ഫ്രഷ് ആയിട്ടുള്ള നല്ല കടും പച്ച കളറിലുള്ള ബ്രോക്കോളി വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. വാടി തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഇത് പൂവാണ് ബ്രോക്കോളി എന്ന് പറയുന്നത്. അപ്പോൾ പൂവ് വിടർന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മഞ്ഞ കളറ് ആയിട്ടുള്ള ബ്രോക്കോളി എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. കടും പച്ച തന്നെ എടുക്കണം. പൂവ് വിരിഞ്ഞ് തുടങ്ങിയിട്ടുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഇതിൻ്റെ പൂവ് ഒരു 4-5 എണ്ണം കുറച്ച് മീഡിയം സൈസിലുള്ളത് എടുക്കാം. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അതിന് ശേഷം ഇത് കട്ട് ചെയ്യുക. ഒരുപാട് കുഞ്ഞ് സൈസ് ആക്കണ്ട, കുറച്ച് വലിയ സൈസായിട്ട് അതിൻ്റെ ആ സ്റ്റെമ്മ് മാറ്റി കളയാം കേട്ടോ. സ്റ്റെമ്മ് മാറ്റിക്കളയാം ഈ ഒരു അളവിൽ. ഇനി അടുത്തതായിട്ട് വേണ്ടത് മഷ്റൂമാണ്. മഷ്റൂം നന്നായിട്ട് വൃത്തിയാക്കണം. മഷ്റൂം ഞാൻ 5 എണ്ണമാണ് എടുത്തേക്കുന്നത്. ഇതും ഒരുപാട് വലിപ്പമുള്ളതൊന്നുമല്ല മഷ്റൂം എടുത്തേക്കുന്നത്. ഇത് ഞാനിപ്പോൾ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയേക്കുന്ന ശേഷം ഞാനിതിങ്ങനെ ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ്. സാധാരണ വെള്ളത്തിൽ മഷ്റൂം കഴുകില്ല, പേപ്പർ കൊണ്ടൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുക. ഞാൻ ഇതിപ്പോൾ നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി വേണ്ടത് വെളുത്തുള്ളി 3 എണ്ണം. ഇത് കുറച്ച് വലിയ സൈസിലുള്ള വെളുത്തുള്ളിയാണ്, 3 എണ്ണം ഞാൻ എടുത്തേക്കുന്നത്. ഇത് വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായിട്ട് കുനു സൈസിൽ ചെറുതായിട്ട് അരിയണം. അപ്പോൾ ഇത്രയ്ക്കും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി ഒരു ബൗൾ എടുക്കാം. ആ ബൗളിൽ 1.5 കപ്പ് വെള്ളം. ഈ 1.5 കപ്പ് വെള്ളത്തിലോട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അരിപ്പൊടി. 1 ടീസ്പൂൺ കോൺ സ്റ്റാർച്ചും 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി 1.5 കപ്പിൽ വെള്ളത്തിലോട്ട് ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു സോസ് പാൻ എടുക്കുക, ഒരു പാത്രം എടുക്കുക, നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. ഇത്തിരി ഹൈറ്റും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ തെറിക്കില്ല, എന്നാലും ഇത്തിരി ഹൈറ്റും നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. പാത്രം ഒന്ന് ചൂടാവുമ്പോൾ ഇതിലോട്ട് ഞാൻ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഒലിവ് ഓയിൽ 2 വലിയ ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇതിലോട്ട് ചേർക്കാം. ഒലിവ് ഓയിൽ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോൾ ഇതിലോട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചേക്കണ വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഗോൾഡൻ കളറാവുമ്പോൾ, ഒരു മഞ്ഞ ഗോൾഡൻ കളറാവുമ്പോൾ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ മഷ്റൂം കൂടി ഇതിലോട്ട് ചേർക്കാം. മഷ്റൂം അടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ തുടരെ കൈ വിടാണ്ട് ഇത് ഇളക്കി കൊടുക്കണം. 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഈ മഷ്റൂമിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് ഇത് വാടി തുടങ്ങും. അപ്പോൾ 8 മിനിറ്റാണ് മഷ്റൂമിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 8 മിനിറ്റിൽ 5 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഇതിലോട്ട് ബ്രോക്കോളി ചേർക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ 5 മിനിറ്റ് വരെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ മീഡിയമാണ് ഫ്ലെയിം വെക്കേണ്ടത്. മീഡിയം ഹീറ്റ് വേണം ഈ 8 മിനിറ്റും. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം ഞാനിതിലോട്ട് ബ്രോക്കോളിയും കൂടി ചേർക്കുകയാണ്. ബ്രോക്കോളി ചേർത്ത് കഴിയുമ്പോഴും നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് എണ്ണ കുറവാണെന്ന് തോന്നിക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ വീണ്ടും ചേർക്കാം. ഞാൻ ഒലിവ് ഓയിലൊന്നും വീണ്ടും ചേർത്തിട്ടില്ല. ഞാൻ നന്നായിട്ട് 1 മിനിറ്റ് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ മൊത്തം 8 മിനിറ്റായി. അപ്പോൾ ബ്രോക്കോളി ചേർത്തിട്ട് 3 മിനിറ്റും മഷ്റൂം തൊട്ട് 8 മിനിറ്റ്. 8 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലോട്ട് സോയാ സോസ് 1 ടീസ്പൂൺ ചേർക്കാം. സോയാ സോസ് നല്ല ഡാർക്കായിട്ടുള്ള സോയാ സോസാണ് ഞാൻ ചേർത്തേക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഡാർക്ക് കളറാണ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോയാ സോസ് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് സോയാ സോസ് ആഡ് ചെയ്ത് ഇത് കുക്ക് ചെയ്യാം. 1 മിനിറ്റിന് ശേഷം കുരുമുളക് പൊടിയല്ല ക്രഷ് ചെയ്തത് 1 ടീസ്പൂൺ കൂടി ചേർക്കാം. കല്ലുപ്പാണ് ഞാൻ ചേർത്തേക്കുന്നത്. അത് ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇതിന് അനുസരിച്ച് 1 ടീസ്പൂൺ കല്ലുപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുക, മിക്സ് ചെയ്യുക. 1 മിനിറ്റും കൂടി കുക്ക് ചെയ്യുക. 1 മിനിറ്റിന് ശേഷം ഇനി നമ്മൾ കോൺ സ്റ്റാർച്ചും അരിപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണ ആ വെള്ളം ഇതിലോട്ട് ഈ സോസ് പാനിലോട്ട് ഒഴിക്കുക. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇത് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ കോൺ സ്റ്റാർച്ചും അരിപ്പൊടി വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് കുക്ക് ചെയ്യുക.
തുറന്ന് വെച്ചോ അടച്ച് വെച്ചോ എങ്ങനെ വേണമെങ്കിലും ഇത് കുക്ക് ചെയ്യാം. ഞാൻ തുറന്ന് വെച്ചിട്ടാണ് കുക്ക് ചെയ്തേക്കുന്നത്. മീഡിയം ഹീറ്റ് അല്ല, ലോ ഫ്ലെയിം ഇട്ടപ്പോൾ. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത് 10 മിനിറ്റ്. 10 മിനിറ്റിന് ശേഷം ഉപ്പ് ശരിയാണോ എന്ന് ഒന്ന് നോക്കാം. മാത്രമല്ല ഒന്ന് തിളപ്പിക്കുക, ഒന്ന് തിള വരുത്താം. ഒന്ന് തിള വരുത്തിയതിന് ശേഷം 1 മിനിറ്റ് 10 മിനിറ്റിന് ശേഷം ഒന്ന് തിളപ്പിക്കുക. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ അങ്ങനെ ഇട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഉപ്പൊക്കെ ശരിയാണോ എന്ന് നോക്കാം. ഇത് ചൂടോട് കൂടിയിട്ട് സർവ് ചെയ്യാം. ഈ ടൈമിങ്ങൊക്കെ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണം. ഇപ്പോൾ ഈ സൂപ്പ് ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് ഈ ഒരു ടൈമിങ്ങിൽ, അതായത് നമ്മൾ ഒരിക്കലും വെജിറ്റബിൾസ് ഒരിക്കലും ഓവർ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല, അത് ഉടഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു ഇതിൽ ഉണ്ടാക്കുമ്പോൾ അത് ഉടഞ്ഞു പോകണില്ല. ഇപ്പോൾ മഷ്റൂം ആണെങ്കിലും സോഫ്റ്റാണ്, ഓവർ കുക്ക് പൊടിഞ്ഞു പോകണില്ല, അതുപോലെ റബ്ബർ പോലെയൊന്നും ആയിട്ടില്ല. ബ്രോക്കോളി ആണെങ്കിൽ തന്നെയും അത് അതിൻ്റെ ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹാർഡല്ല, നല്ല സോഫ്റ്റാണ് നമ്മൾ കഴിക്കുമ്പോൾ. ഇനി ഇതിൻ്റെ വാട്ടറിൻ്റെ കൺസിസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് തിന്നല്ല അത്, എന്നാൽ തീരെ തിക്നെസ്സും അല്ല, തിക്കില്ല, തീരെ തിക്കല്ല. ആവശ്യത്തിന് എനിക്ക് ഈ ഒരു കട്ടിയാണ് സൂപ്പിന് ഇഷ്ടം. അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഇത് വിളമ്പാം. വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കുന്നതും കാണിച്ചേക്കുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. ബൈ.